റെയിൽവേ ട്രാക്കിന് സമീപത്ത് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ സുഹൃത്ത് പിടിയിലായി. ഹൈക്കോടതി മുൻ ജീവനക്കാരനായ പൊന്നുരുന്നി സ്വദേശി ഷാജിയാണ് പിടിയിലായത്. മൃതദേഹം റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ച് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതിയുടെ ശ്രമമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, തികച്ചും ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുള്ള ഒരു കുറ്റകൃത്യം, അതിന്റെ ചുരുളഴിഞ്ഞത് എങ്ങനെയാണ്? ഇന്ന് കഴിഞ്ഞ രാത്രി 1:45 കൂടിയാണ് റെയിൽവേ ട്രാക്കിന് സമീപത്ത് ഈ കോട്ടയം സ്വദേശിയായ സുധാ ബേബിയുടെ മൃതദേഹം അമൃത എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ് കണ്ടത്. പിന്നീടാണ് ഇത് സുധാ ബേബിയാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇവരുടെ മൃതദേഹം കിടന്നിരുന്ന സമയത്ത് നിന്നൊരു മൊബൈൽ ഫോൺ കിട്ടിയിരുന്നു. ആ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ആദ്യം ഇത് മരിച്ചത് സുധാ ബേബിയാണ് സ്ഥിരീകരിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ സുഹൃത്തിലേക്കാണ് അന്വേഷണം നീണ്ടത്. ഹൈക്കോടതിയിലെ മുൻ ജീവനക്കാരനായ ഷാജിയാണ് പോലീസിന്റെ സംശയ നിഴലിലുള്ളത്. ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ ഷർട്ടിൽ രക്തക്കറ പുരണ്ട പാടുണ്ടെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. ഇയാളും ഇവരും തമ്മിൽ വർഷങ്ങൾ നീണ്ട ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം വീട്ടുകാർക്ക്, ഈ സുധാ ബേബിയുടെ വീട്ടുകാർക്ക് അറിയാവുന്നതുമായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്, എങ്ങനെയാണ് കൊലപാതകം നടത്തിയത്, ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് പോലീസ് ഇപ്പോൾ ഉത്തരം തേടുന്നത്. കാരണം ഇവരുടെ ശരീരത്തിൽ വലിയ മുറിപ്പാടുകളൊന്നുമില്ല, മുഖത്ത് പരിക്കേറ്റ പാട് മാത്രമാണുള്ളത്. അപ്പോൾ അങ്ങനെ മുഖത്ത് ഏറ്റ പരിക്കിൽ മരണം സംഭവിക്കും എന്നുള്ളത് പോലീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന ചോദ്യം വരുന്നത്. അതോടൊപ്പം തന്നെ എന്തിനു വേണ്ടി കൊലപ്പെടുത്തി? ഇവർ തമ്മിൽ വർഷങ്ങൾ നീണ്ട ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം എന്തുകൊണ്ട് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നൊരു ചോദ്യമുണ്ട്. ആ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ തേടുന്നത്. ഇയാളിപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. മറ്റ് കാരണങ്ങളും ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർ ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് കഴിഞ്ഞ രാത്രിയിൽ പോകുന്നതിന്റെ CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ വാഹനത്തിലാണ് ഇവർ രണ്ടുപേരും റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോവുകയും പിന്നീട് തിരിച്ചു വരുമ്പോൾ ഇയാൾ മാത്രം കാറിൽ കയറി പോകുന്നതുമായിട്ടാണ് പോലീസിന് കാണാൻ കഴിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാജിയെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.